വേൾഡ് കപ്പിൽ ഫുട്ബോൾ ലോകം ഏറെ കാത്തിരുന്ന മത്സരം റൗണ്ട് ഓഫ് 16-ലെ സ്പെയിൻ vs പോർച്ചുഗൽ പോരാട്ടത്തിന് അവസാനം കുറിക്കുമ്പോൾ വമ്പൻ പ്രതീക്ഷകളുമായി വേൾഡ് കപ്പിനെത്തിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ പുറത്തേക്ക്. സ്പെയിനിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റുകൊണ്ടാണ് പോർച്ചുഗൽ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകുന്നത്. തുടക്കം മുതലേ ഇരു ടീമുകളുടെയും മിന്നലാക്രമണങ്ങൾ കണ്ടുകൊണ്ടാണ് മത്സരം തുടങ്ങിയത്. ആദ്യ മിനിറ്റുകളിൽ സ്പെയിൻ്റെ നിരന്തര മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും കൃത്യമായി ഓയർസബാലിന് ഫിനിഷ് ചെയ്യാൻ കഴിയാത്ത പല മുഹൂർത്തങ്ങളും കണ്ടു. ഇതിനിടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മനോഹരമായ ബാക്ക് ഹീൽ ഗോൾ കീപ്പർ ഉനൈ സൈമന്റെ തകർപ്പൻ സേവിലൂടെ സ്പെയിൻ രക്ഷപ്പെട്ടു. എന്നാൽ അടുത്ത നിമിഷം തന്നെ സ്പെയിൻ്റെ 2 തകർപ്പൻ ഷോട്ടുകളാണ് ഡിയാഗോ കോസ്റ്റ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ മത്സരത്തിന് ആദ്യ പകുതി പിരിയുമ്പോൾ ഇരു ടീമുകൾക്കും ഗോളുകളൊന്നും നേടാനായില്ല. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയത് പോർച്ചുഗലായിരുന്നു. എന്നാൽ കളിയുടെ ഗതി പതിയെ മാറ്റിക്കൊണ്ട് സ്പെയിൻ കളിക്കളത്തിലേക്ക് വീണ്ടും തിരികെ എത്തി. ഇതിനിടെ പോർച്ചുഗലും സ്പെയിനും നിർണായകമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഗോളടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ലെമിനെ യമാലിൻ്റെ മനോഹരമായ ഒരുപാട് മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും പക്ഷേ ഫൈനൽ തേർഡിൽ മികച്ചൊരു സെൻട്രൽ ഫോർവേഡിൻ്റെ അഭാവം വീണ്ടും സ്പെയിൻ ഇന്നത്തെ മത്സരത്തിലും അനുഭവിച്ചു. ഓയർസബാൽ ഫോം ഔട്ട് ആയത് തന്നെയാണ് കാരണം. ഇതിനിടെ പോർച്ചുഗലിന്റെ സൂപ്പർ താരമായ റൈറ്റ് ബാക്ക് ന്യൂനോ മെൻഡസ് പരിക്കേറ്റ് പുറത്തായത് പോർച്ചുഗലിന് വലിയ തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ വലത് വിങ്ങിലൂടെ ലെമിനെ യമാലിന്റെ മൂർച്ചയുള്ള ഒരുപാട് ആക്രമണങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇതിനിടെ ഗോളില്ലാത്ത 90 മിനിറ്റ് അവസാനിച്ച് എക്സ്ട്രാ ടൈമായി വിധിച്ചത് 6 മിനിറ്റ്. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ പകരക്കാരായി കളത്തിലിറങ്ങിയ സൂപ്പർ താരം ഫെറാൻ ടോറസിന്റെ അസിസ്റ്റിലൂടെ മിനിറ്റുകൾക്ക് മുമ്പ് പകരക്കാരനായി കളത്തിലിറങ്ങിയ സൂപ്പർ താരം മെറീനോയുടെ ക്ലാസിക്കൽ ഫിനിഷിലൂടെ പോർച്ചുഗൽ ഗോൾ വഴങ്ങുന്നു. അതെ, മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിലായിരുന്നു മെറീനോയുടെ തകർപ്പൻ ഗോൾ. ഈ ഗോളിൽ ഫ്രാൻസ് മത്സരം വിജയിക്കുകയും ചെയ്തു. പിന്നീട് പോർച്ചുഗലിന് തിരിച്ചു വരാനുള്ള സമയമുണ്ടായിരുന്നില്ല. ടൈം ക്ലോക്കിൽ ബാക്കിയുണ്ടായിരുന്നത് 5 മിനിറ്റുകളാണ്. തിരിച്ചുവരവിനുള്ള എല്ലാ പ്രതീക്ഷകളെയും ക്ലോസ് ചെയ്തുകൊണ്ട് വമ്പന്മാരായ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. ഷോട്ട് എടുക്കുന്ന കാര്യത്തിലും ഓൺ ടാർഗറ്റിന്റെ കാര്യത്തിലും ബോൾ പൊസിഷന്റെ കാര്യത്തിലും പാസിങ്ങിലുമെല്ലാം സ്പെയിൻ തന്നെയായിരുന്നു പോർച്ചുഗലിനേക്കാൾ ഗ്രൗണ്ടിൽ ആധിപത്യം പുലർത്തിയത്. വലിയ പ്രതീക്ഷകളുമായി എത്തിയ ക്രിസ്റ്റ്യാനോക്കും സംഘത്തിനും ഇത്തവണയും വേൾഡ് കപ്പ് കിരീടം നേടാനായില്ല. അതൊരു കിട്ടാക്കനിയായി റൊണാൾഡോ ഇനി മറ്റൊരു വേൾഡ് കപ്പിന് ഉണ്ടായേക്കില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. സൂപ്പർ താരം, ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വേൾഡ് കപ്പ് സ്വപ്നം അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.